അസ്സലാമു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പെരുന്നാളിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ഈദിൻ്റെ തലേന്ന് പുറത്തിറങ്ങിയത് ജസ്റ്റ് പർച്ചേസിനൊക്കെ വേണ്ടി പുറത്തിറങ്ങി. അപ്പോൾ അതൊന്നും ഞാൻ കൂടുതൽ വീഡിയോ എടുത്തിട്ടില്ല. നമ്മൾക്ക് അവിടെ ഭയങ്കര റഷും കാര്യങ്ങളും നമ്മളും ബിസിയാണ്. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഞാൻ കുറച്ച് മീറ്റ്സ് സ്വീറ്റ്സ് അങ്ങനത്തെ ഐറ്റംസൊക്കെ വാങ്ങിയിട്ട് പെട്ടെന്ന് പിന്നെ അങ്ങനെ വീട്ടിലോട്ട് പോകുന്നു. പിന്നെ പിറ്റേ നമ്മൾ ഈദ്ഗാഹിന് പോവുകയാണ്. ഇവിടെ ദുബായിൽ UAE ഈദ്ഗാഹ് പല ടൈമിലാണ്. അപ്പോൾ ദുബായിൽ വരുന്നത് 5:45 അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ കുറച്ച് ലേറ്റായി. ഇപ്പോൾ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും കുഴപ്പമില്ല കേട്ടോ. നമ്മൾ എത്തുമ്പോൾ തന്നെ നിസ്കാരം കാര്യങ്ങളൊക്കെ തുടങ്ങി നമ്മൾ നിസ്കാരത്തിലൊക്കെ പങ്കെടുത്ത് സ്പീച്ചും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇവിടെ നോർമലി അറബ്സ് ഇങ്ങനെ സ്വീറ്റ്സ് ചോക്ലേറ്റ് കേക്ക് അങ്ങനെയൊക്കെ തരും കേട്ടോ. നമുക്ക് കുട്ടികൾക്കും ഹാപ്പി നമ്മൾക്കും ഹാപ്പി എന്നുള്ളതിൽ അങ്ങനെ നമ്മൾ പിന്നെ തിരിച്ചു വരികയാണ്. എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യം സ്വീറ്റ്സൊക്കെ ഒന്ന് കുറവ് എനിക്ക് കിട്ടിയ ഇതാണ്. ഞാനത് മക്കൾക്ക് വേണ്ടി മാറ്റി വെച്ചു. എന്നിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവാം കേട്ടോ. അതിനിടയ്ക്ക് ഒരു റിലേറ്റീവിനൊക്കെ കണ്ട് അവിടെ നിന്നൊക്കെ സംസാരിച്ച് അങ്ങനെ പിന്നെ നമ്മൾ അവിടുന്ന് തിരിച്ചു പോരുകയാണ്. അപ്പോൾ നമ്മൾ വീഡിയോക്ക് വേണ്ടിയിട്ടില്ലെങ്കിലും ആണെങ്കിലും ഞാൻ കുറച്ച് ഫ്ലൈറ്റിൻ്റെ വീഡിയോസ് മെട്രോ പിന്നെ സൺസെറ്റ് സൺറൈസ് അങ്ങനെയൊക്കെ നമ്മൾക്കൊരു എന്തായി തോന്നുന്നു നമുക്കൊരു ഇഷ്ടം തോന്നുന്ന കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ എടുക്കാറുണ്ട്. അങ്ങനെ എടുത്തതാണ് ഇത് കേട്ടോ. നോർമലി പെരുന്നാൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പെരുന്നാൾ കഴിഞ്ഞ് വരുമ്പോൾ പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞ് വരുമ്പോൾ കെഫ്റ്റീരിയയിൽ നിന്ന് കുറച്ച് എന്തെങ്കിലും കഴിക്കും. അതായത് ഒരു ചായ എന്തെങ്കിലും സ്നാക്ക് ഇല്ലെങ്കിലും കുഴപ്പമില്ല, ചായ കുടിക്കും. അങ്ങനെ കുടിച്ചതാണ് ഒരു രസം. അങ്ങനെ പിന്നെ വീട്ടിലെത്തി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുകയാണ്. പത്തിരി ബീഫ് ചിക്കനൊക്കെ ഉണ്ട്. ഇതൊരു രസമാണ് ഈ പത്തിരി കഴിക്കലും. കാരണം നോർമലി നമുക്ക് പത്തിരി കഴിക്കുന്ന പോലെയല്ല. പെരുന്നാളിന് ആ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് ലഞ്ചിനേക്കാളും ഇഷ്ടം ഒന്നുകൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതാണ്. കാരണം അതൊരു ചില്ലാണ്. അങ്ങനെ പിന്നെ നമുക്ക് കുറച്ച് സ്വീറ്റ്സും ചോക്ലേറ്റ്സൊക്കെ കിട്ടിയിരുന്നു. അത് റിലേറ്റീവ് നമുക്ക് അങ്ങനെ കിട്ടിയതാട്ടോ. അങ്ങനെ പിന്നെ ഞാൻ അതൊക്കെ ഒന്ന് അൺബോക്സ് ചെയ്യാണ് മക്കൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ തോന്നുമ്പോൾ ഭയങ്കര ലൂസി ആയിട്ട് തോന്നിയിട്ടോ. ഞാനത് പെട്ടെന്ന് ഫ്രിഡ്ജിൽ വെച്ച് ഫുഡ് കഴിച്ചതിന് ശേഷം കഴിക്കാൻ വിചാരിച്ചിട്ട്. പിന്നെ നോർമലി പെരുന്നാളായിട്ടുണ്ടെങ്കിൽ ഫുഡ് നോർമൽ കഴിക്കുന്ന ടൈമുള്ളല്ലോ, കുറച്ച് നേരത്തെ നമ്മളെല്ലാവരും കഴിക്കുമല്ലോ. അങ്ങനെയാണല്ലോ എനിക്ക് തോന്നുന്നു, എല്ലായിടത്തും അങ്ങനെയാണെന്ന് തോന്നുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചു. ഗസ്റ്റൊക്കെ ഉണ്ടായിരുന്നു നമുക്ക്, അപ്പോൾ കഴിച്ചു. എന്നിട്ട് നമ്മൾ കുറച്ച് റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ പോകാമെന്നുള്ള പ്ലാനിൽ അങ്ങനെ റെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് റിലേറ്റീവ്സിൻ്റെ വീട്ടിലേക്കായിട്ട് ഇറങ്ങിയതാട്ടോ. ഇവിടെ ഞങ്ങൾ ഇറങ്ങിയത് കുറച്ച് ലേറ്റായിട്ട് ഇറങ്ങിയത്, പക്ഷേ എന്നാലും നമുക്ക് ആ ഒരു സണ്ണിനൊക്കെ ശരിക്കും കാണാൻ. കാരണം ഇവിടെ ഡേ ടൈം എന്ന് പറയുന്നത് കുറച്ച് കൂടുതലാണ്, നൈറ്റാണ് കുറവ്. അതുകൊണ്ട് നമ്മൾ ഒരു 6:30 ഇറങ്ങിയാലും നമുക്ക് നല്ല നല്ല ലൈറ്റി ആയിരിക്കും കേട്ടോ പുറത്ത്. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഫ്ലൈറ്റ് ഇഷ്ടമുള്ള പോലെ തന്നെയാണ് മെട്രോ അങ്ങനെയൊക്കെ. അപ്പോൾ അത് കണ്ടപ്പോൾ ഒന്ന് ജസ്റ്റ് വീഡിയോ എടുത്താട്ടോ. പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് അവിടെ നിന്നൊക്കെ തിരിച്ചു വരുമ്പോൾ കുറച്ച് സ്കൈക്കൊക്കെ ഒരു ചേഞ്ച് വന്ന ഒരു മൂടിയായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ തിരിച്ചു വരാൻ നമുക്ക് വേഗം വീട്ടിൽ കയറാം. കാരണം ആകെ ടയേർഡാണ്. തലേ ദിവസത്തെ ഉറക്കമൊഴിച്ചതിൻ്റെ ടൈം നമ്മൾ എന്തായാലും പെരുന്നാൾ കുറച്ച് ഉറങ്ങില്ലല്ലോ പെട്ടെന്ന്. അപ്പോൾ അതിൻ്റെയും നേരത്തെ എണീറ്റതിൻ്റെയും എല്ലാം കൂടി പിന്നെ കുറേ പണികളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ബിസി ആയതുകൊണ്ട് അതിൻ്റെയൊക്കെ ഒരു ക്ഷീണമുണ്ട്. അപ്പോൾ നമ്മൾ രണ്ടാം പെരുന്നാൾക്ക് ഒന്നും കൂടെ ചില്ലാക്കാമെന്ന് വിചാരിച്ചിട്ട് വേഗം വീട്ടിലോട്ട് തിരിച്ചു പോവുകയാണ്. അപ്പോഴാണ് ഞാൻ ഫ്ലൈറ്റ് വീണ്ടും കണ്ടത്. അപ്പോൾ അതും ജസ്റ്റ് വീഡിയോ എടുത്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി കുറച്ച് ലെങ്തി ആയിട്ടുള്ള വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.